ഹലോ നമസ്കാരം. നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാണ്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സഹായിക്കും. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതും നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടും ജീവിതം സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും ജീവിതത്തിന്റെ സക്സസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചു. ഇന്ന് നമ്മൾ അതിൽ നിന്നാലും വ്യത്യസ്തമായിട്ട്, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവേണ്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമല്ല, ഈയിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ട് ഒരുപാട് പേര് സ്വന്തം മാതാവിനെ കഴുത്തറുത്തു കൊന്നു, തലക്കടിച്ചു കൊന്നു, ഫാമിലിയിലുള്ളവരെ അടിച്ചു കൊന്നു, സുഹൃത്തുക്കളെ, സഹപാഠിയെ, അങ്ങനെ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഡ്രഗ്സ്, ലഹരി, ഈ സാധനം വലിയ വിപത്താണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യുക. ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു നേട്ടവും കൈവരിക്കാൻ സാധിക്കൂല എന്നുള്ളതാണ്. അതിലുപരി ഒരുപാട് ജീവനുകൾ അവൻ്റെ കൈകളിൽ നഷ്ടപ്പെടും എന്നുള്ളതും വലിയൊരു വിപത്താണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 2.5-3 കോടിയിലധികമുള്ള ജനസംഖ്യയിൽ 2-3% ആളുകൾ മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഈ 3% അല്ലെങ്കിൽ 2.5% ആളുകൾ ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ, ഇത്രയേറെ അക്രമങ്ങൾ ഇതുമൂലം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എങ്കിൽ ഈ 2 അല്ലെങ്കിൽ 3-ൽ നിന്ന് 5-6% ആയി കഴിഞ്ഞാൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ കേരളത്തിലുള്ളവരുടെ അവസ്ഥയുണ്ടല്ലോ, വളരെ ഭയാനകരമായിരിക്കും. നമുക്കൊന്നും പുറത്തിറങ്ങാൻ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർക്ക്, മക്കൾക്ക്, പെങ്ങൾമാർക്ക്, എന്തിന് നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾ അവർക്ക് ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യം ഇല്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ് എൻ്റെ ഈ ജീവിതയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കൃത്യമായ ഒരു ജീവിത ലക്ഷ്യമുള്ള വ്യക്തി അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അവന്റെ ലഹരി ആ വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിലപ്പുറം അവനക്ക് മറ്റൊരു ലഹരി ഈ ലോകത്ത് കിട്ടുവാനില്ല. ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നവനാണെങ്കിൽ അവന്റെ പരിശ്രമം മുഴുവൻ അതിനായിരിക്കും. ഒരു സിനിമ മേഖലയിലേക്ക് ഒരു ആർട്ടിസ്റ്റായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അവന്റെ ലഹരി അതായിരിക്കും, അതിന്റെ വിജയം കാണുക. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, അതായിരിക്കും അവന്റെ ലഹരി. ഇതൊന്നുമില്ലാതെ എന്തിനോ വേണ്ടി ജീവിച്ചു, എന്തിനോ വേണ്ടി ജീവിക്കുന്നു, അങ്ങനെയുള്ള ആളുകളാണ് ഈ ലഹരിക്കും ലഹരി മാഫിയക്കും അടിമപ്പെടുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഈ ലഹരി ഉപയോഗിക്കുക എന്നുള്ളതുണ്ടല്ലോ, സമൂഹത്തിന്, അവന്റെ കുടുംബത്തിന് വലിയ രീതിയിലുള്ള വിപത്താണ് സൃഷ്ടിക്കുക. പ്രവാചകൻ തന്നെ ഇതിന് വ്യക്തമായ രീതിയിൽ ഉദാഹരണം നിരത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിൽ ഞാൻ പറഞ്ഞു തരാം. തൻ്റെ സുഹൃത്തിനോട്, അല്ലെങ്കിൽ തൻ്റെ അനുയായികളോട് പ്രവാചകൻ പറഞ്ഞു, നിനക്ക് 3 തിന്മകൾ തിരഞ്ഞെടുക്കാം, അതിനൊരു അവസരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് പ്രവാചകൻ മുന്നിൽ നിർത്തി. അതിലുണ്ടായിരുന്നത് ഒന്നാമത്തേത്, നിനക്കൊരു സ്ത്രീയെ മാനഭംഗപ്പെടുത്താം, ചൂഷണം ചെയ്യാം. രണ്ടാമത്തേത്, നിനക്ക് മദ്യവും മയക്കുമരുന്നും ആവശ്യാനുസരണം ഉപയോഗിക്കാം. മൂന്നാമത്തേത്, നിനക്ക് ഒരാളെ, ഇഷ്ടമുള്ള അത്രയും ആളുകളെ കൊല്ലാം, വധിക്കാം. അങ്ങനെ ഇദ്ദേഹം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു.
ഇദ്ദേഹം തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആദ്യം ഇദ്ദേഹം പോയത് ഒന്നാമത് പറഞ്ഞ സ്ത്രീ, ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തുക അല്ലെങ്കിൽ മോശപ്പെടുത്തുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്രയും വൃത്തികെട്ടവനല്ല, അതുകൊണ്ട് ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ ഞാൻ അത് പതിച്ചിട്ടില്ല. ഇനി രണ്ടാമതായി അദ്ദേഹം നോക്കിയത് ഒരാളെ കൊല്ലുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരാളെ കൊല്ലുക എന്നുള്ളതിന് അത്രത്തോളം എൻ്റെ മനസ്സ്, ഒരാളുടെ ജീവൻ എടുക്കുക എന്നുള്ളതിന് അത്രത്തോളം എനിക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ അതിനെനിക്ക് കഴിയില്ല, സാധിക്കില്ല. പിന്നെ അദ്ദേഹത്തിന് ഇതിൽ രണ്ടിലും ഒന്നും പെടാത്ത, ആർക്കും ഉപദ്രവമില്ലാത്ത ലഹരിക്കടിമപ്പെടാം, ലഹരി ഉപയോഗിക്കാം എന്നുള്ളതായി അദ്ദേഹം അത് തെരഞ്ഞെടുത്തു. പതിയെ അദ്ദേഹം ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി, അതിന് അഡിക്റ്റായി നോക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വന്ന തൻ്റെ സഹപാഠിയെ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ മൃഗീയമായി കൊലപ്പെടുത്തി. അദ്ദേഹത്തിന് ഭയമോ അല്ലെങ്കിൽ കഠിനമായ ഹൃദയമോ മാടപ്രാവിന്റെ ഹൃദയമോ എല്ലാം നഷ്ടപ്പെട്ടു. ഭയം എന്നുള്ളത് അദ്ദേഹത്തിന് ഒട്ടുമേയില്ല. അദ്ദേഹത്തിന്റെ ആ കൊല ചെയ്യപ്പെട്ടവന്റെ സഹോദരിയെ അദ്ദേഹം ബ്രൂട്ടലായി മാനഭംഗപ്പെടുത്തുകയും ചെയ്തു. അവിടെ വിശേഷിപ്പിക്കുന്നത്, മദ്യം അല്ലെങ്കിൽ ലഹരി എന്നുള്ള വസ്തു നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമുക്ക് എവിടെ നിന്നോ ഒരു പ്രത്യേക തരം ധൈര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയാണ്. തന്മൂലം നമ്മുടെ പരിസരം മറന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തോ നമുക്ക് വലിയ സംഭവമായി തോന്നി അങ്ങ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. മദ്യം, മയക്കുമരുന്ന് പോലത്തെ, പാൻ മസാല പോലത്തെ വസ്തുക്കൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക. നമ്മുടെ സുഹൃത്തു വലയങ്ങളിലോ നമ്മുടെ ശ്രദ്ധയിലോ അങ്ങനെ ആരെങ്കിലും പെടുകയാണെങ്കിൽ നമ്മൾ അവരെ പിന്തിരിപ്പിക്കുവാനും ശ്രമിക്കുക. നാളത്തെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒന്നായി കൈകോർക്കാം. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഗുഡ് ബൈ.